ഓം ശാന്തി. നമസ്കാരം. രാമായണ കഥ ആരംഭിക്കുന്നത് അയോധ്യയിലാണല്ലോ. ഇന്ന് നമുക്ക് അയോധ്യയിലേക്ക് പോവാം. അയോധ്യ ദശരഥന്റെ രാജ്യമാണ്. ദശരഥൻ ഭരിച്ചതുകൊണ്ടാണ് അവിടെ അയോധ്യയായിരിക്കുന്നത്. അയോധ്യ അർത്ഥം യോദ്ധാക്കളില്ല, യുദ്ധമില്ല. അപ്പൊ യുദ്ധമില്ലാത്ത സ്ഥലമാണ് അയോധ്യ. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? യുദ്ധങ്ങളില്ലാണ്ടായാലേ ജീവിതം അയോധ്യ പ്രശാന്ത സുന്ദരമായ നമ്മുടെ മനസ്സാണ് ശരിക്കും പറഞ്ഞ അയോധ്യ. ഇന്ന് നമ്മൾ വീടുകളിൽ നോക്കൂ, സമൂഹത്തിൽ നോക്കൂ, ഏതെല്ലാം തരത്തിലുള്ള യുദ്ധങ്ങളാണ്. വീടുകളിലും യുദ്ധം, സമൂഹത്തിലും ജോലി സ്ഥലത്തും എവിടെ പോയാലും, നമ്മളൊരു അമ്പലത്തിൽ പോയാൽ പോലും നോക്കിക്കഴിഞ്ഞാൽ അവിടെയും എന്തെങ്കിലും ഉന്തും തള്ളും തിരക്കും, അവിടെ ഒരു ബഹളവും അല്ലെ, ചിലപ്പോൾ ആരുടെയെങ്കിലും മാല പൊട്ടിക്കുക, എന്തെല്ലാം യുദ്ധങ്ങള്, സംഘർഷങ്ങള്, അസ്വസ്ഥതകള്. പരിഭാവനമായ സ്ഥലങ്ങളിൽ പോലും നമുക്ക് സംഘർഷങ്ങളാണെന്ന് നേരിടേണ്ടി വരുന്നത്. രാഷ്ട്രങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങള് അല്ലേ, രാജ്യങ്ങൾ തമ്മിൽ എന്തെല്ലാം. ഇപ്പൊ എവിടെ നോക്കിക്കഴിഞ്ഞാൽ യുദ്ധങ്ങളും സംഘർഷങ്ങളുമാണ്. എന്താ കാരണം? ഈ യുദ്ധങ്ങളെല്ലാം നമ്മൾ നോക്കിയതെല്ലാം എവിടുന്ന് ആരംഭിക്കണേ? യുദ്ധങ്ങളെല്ലാം എവിടെ തുടങ്ങുന്നത്? നമ്മൾ പറയും രാഷ്ട്രങ്ങൾ തമ്മിൽ യുദ്ധമാണ്, അല്ലെ രണ്ട് വീട്ടുകാർ തമ്മിൽ യുദ്ധമാണ്, വഴക്കാണ്. പക്ഷെ എല്ലാ യുദ്ധവും, എല്ലാ സംഘർഷവും സ്റ്റാർട്ട് ചെയ്യണത് മനസ്സാണ്. ഇപ്പൊ നമ്മളൊരു സിനിമ തിയേറ്ററിൽ നോക്കൂ, നമ്മൾ സിനിമ കാണും സ്ക്രീനില്. പക്ഷെ ആ സ്ക്രീനിൽ സിനിമ എവിടുന്ന വരണേ? ഒരു പ്രൊജക്ടർ റൂമുണ്ട്, അവിടുന്ന് ആ പ്രൊജക്ടറിൽ ഒരു ചെറിയ ഹാളിൽ നിന്നാണ് ആ സിനിമ വരുന്നത്. അതിൽ നിന്ന് വരുന്ന വെളിച്ചമാണ് സ്ക്രീനിൽ വന്ന് തട്ടിയിട്ട് നമ്മൾ ആ സിനിമ കാണുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പം നമുക്ക് തോന്നുന്ന ആ സ്ക്രീനിലാണ് മാറ്റമൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ സ്ക്രീനിൽ എന്തെല്ലാം മാറ്റങ്ങൾ വരുന്നതും സ്ക്രീൻ ഒരു പ്രതലം മാത്രമാണ്. പക്ഷെ സിനിമ യഥാർത്ഥത്തിൽ എവിടുന്നാണ് വന്നുകൊണ്ടിരിക്കുന്നത്? ആ ചെറിയ സുഷിരത്തിൽ നിന്ന്, ആ പ്രൊജക്ടറിലെ അല്ലേ. അപ്പൊ അതേപോലെ പുറമെ നമ്മൾ കാണുന്ന എല്ലാ സംഘർഷങ്ങളും ആരംഭിക്കുന്നത് നമ്മുടെ എല്ലാവരുടെയും മനസ്സുകളിൽ നിന്നാണ്. അപ്പൊ യുദ്ധം ഇല്ലാണ്ടാകണമെങ്കിൽ, അയോധ്യയായിട്ട് മാറണമെങ്കിൽ നമ്മുടെ മനസ്സുകളാണ് യഥാർത്ഥത്തിൽ സംഘർഷരഹിതമായിട്ട് മാറേണ്ടത്. മനസ്സുകളിലെ സംഘർഷം ഉള്ളിടത്തോളം കാലം യുദ്ധം നടന്നുകൊണ്ടേയിരിക്കും. പക്ഷെ അയോധ്യയുടെ രാജാവ് ദശരഥനായിരുന്നു. ദശരഥൻ നമുക്ക് അടുത്ത സത്സംഗത്തില് ദശരഥനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ചർച്ച ചെയ്യാം. പക്ഷെ എങ്കിലും രഥത്തിന്റെ മേലെ നിയന്ത്രണമുള്ള ആളാണ് ദശരഥൻ. ഇന്ദ്രിയങ്ങളുടെ മേലെ, ഈ ശരീരമാകുന്ന ഈ രാജ്യത്തില് കൺട്രോളുള്ള, റൂളിംഗ് പവറും കൺട്രോളിംഗ് പവറും ഉള്ള രാജാവായിട്ടിരിക്കുക. അപ്പൊ എപ്പോഴാണോ ആത്മാവ് രാജാവായിരുന്നുകൊണ്ട് ഈ കർമ്മേന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് ജീവിക്കണേ, ആ നിയന്ത്രണമുള്ള ജീവിതത്തിൽ മാത്രമേ രാജ്യം അയോധ്യയായിട്ടിരിക്കുള്ളൂ. അപ്പൊ നമുക്കെല്ലാവർക്കും ജീവിതത്തിൽ ചെയ്യാനുള്ളത് എന്താണ്? നമ്മുടെ മനസ്സുകളെ അയോധ്യയായിട്ട് മാറണം. അപ്പൊ നമ്മുടെ ഇന്ദ്രിയങ്ങളുടെ ചഞ്ചലത ഇല്ലാണ്ടാകണം. കാരണം കർമ്മേന്ദ്രിയങ്ങൾ എപ്പോഴും ചഞ്ചല ചിത്താക്കിക്കൊണ്ടിരിക്കും. ഇന്ദ്രിയങ്ങളെ ഇളക്കുന്നത് മനസ്സിന്റെ ജോലിയാണ്. അപ്പൊ മനസ്സ് ചഞ്ചലാണെങ്കിൽ കർമ്മേന്ദ്രിയങ്ങള് ഇളക്കിക്കൊണ്ടിരിക്കും. അപ്പൊ മനസ്സിന്റെ ചഞ്ചലത എങ്ങനെ ഇല്ലാണ്ടാക്കും? മനസ്സെപ്പോഴാ ചഞ്ചലാകണേ? സംഘർഷം എപ്പോഴാ മനസ്സിലുണ്ടാവണേ? അപ്പൊ നോക്കൂ, നമ്മൾ സന്തോഷമായിട്ടിരിക്കുക, സമാധാനമായിട്ടിരിക്കുക, സുഖമായിട്ടിരിക്കുകയാണെങ്കിൽ സംഘർഷമൊന്നുമില്ലേ? ഒരു കുഴപ്പമില്ല. ശാന്തമായിട്ട് എത്ര സമയം വേണമെങ്കിലും ഇരിക്കാം. നമ്മൾ പറയും, അയ്യോ എന്റെ ശാന്തി ഒന്ന് പോയി കിട്ടണേ, അല്ല ശാന്തി കൊണ്ട് എനിക്ക് വയ്യാതായി, അങ്ങനെ പറയില്ലല്ലോ. അല്ല, ശാന്തമായിട്ടും സന്തോഷമായിട്ടും നമ്മളെല്ലാവരും എത്ര സമയം വേണമെങ്കിലും ഇരിക്കും അല്ലേ. പക്ഷെ സംഘർഷം മനസ്സിൽ എപ്പോഴാണ് ഉണ്ടാവണേ? ആ അസൂയ, വിദ്വേഷം, വെറുപ്പ്, നെഗറ്റീവായിട്ടുള്ള വിചാരങ്ങള്, ആ വികാരങ്ങള്, അത് അസൂയാണെങ്കിലും വെറുപ്പാണെങ്കിലും വിദ്വേഷമാണെങ്കിലും, ഒരാളോട് നമുക്ക് പക വന്നാലും, ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ, എല്ലാ നെഗറ്റീവ് ഫീലിങ്സും നമുക്ക് ഉണ്ടാക്കുന്നത് എന്താണ്? മാനസിക സംഘർഷങ്ങളാണ്. അപ്പൊ ഈ സംഘർഷങ്ങള്, അതും നെഗറ്റീവ്. നോക്കൂ, പോസിറ്റീവ് ഫീലിംഗ് വരുമ്പോ, സുഖവും ശാന്തിയും സന്തോഷവും വരുമ്പോ സംഘർഷമില്ല. അസൂയയും വിദ്വേഷവും വെറുപ്പും ഒക്കെ വരുമ്പോ മനസ്സ് സംഘർഷമാണ്. അപ്പൊ സംഘർഷം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ തന്നെ രണ്ടുപേരും മിനിമം വേണം യുദ്ധം ചെയ്യാൻ. അപ്പോഴേ യുദ്ധം നടക്കുള്ളൂ അവിടെ. അപ്പൊ മനസ്സിൽ നെഗറ്റീവ് ഫീലിംഗ് വരുമ്പോ ആരെ നമ്മളോട് യുദ്ധം ചെയ്യണേ? നമ്മുടെ തന്നെ മനസ്സാക്ഷി. നമ്മുടെ തന്നെ മനസ്സാക്ഷി യുദ്ധം ചെയ്യുക. കാരണം മനസ്സാക്ഷി അതെപ്പോഴും അചഞ്ചലമാണ്, നിഷ്കളങ്കമാണ്. അതിനെന്താ ഇഷ്ടം? ശുദ്ധിയും ശാന്തിയും സന്തോഷമൊക്കെയാണ്. അങ്ങനെ ഇരിക്കാനാണ് മനസ്സാക്ഷി ആഗ്രഹിക്കണേ. മനസ്സാക്ഷി
അർത്ഥം എന്താണ്? ആത്മാവ്. ആത്മാവ് ആഗ്രഹിക്കുന്നത് സുഖവും ശാന്തി, അതിന്റെ എപ്പോഴും ഉള്ള അവസ്ഥ, അചഞ്ചലമായ സ്ഥിതി അതാണ്, സ്ഥിര അവസ്ഥ അതാണ്, സുഖശാന്തിയാണ്. അതിന് ഭംഗം വരുത്തുന്ന തരത്തിൽ എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള വിചാരങ്ങളോ വാക്കോ പ്രവൃത്തിയോ ഒക്കെ ചെയ്യുമ്പോൾ മനസ്സാക്ഷി ഡിസ്റ്റർബ്ഡ് ആവുകയാണ്. അപ്പൊ നമുക്ക് മനസ്സൊരു ഗ്രൗണ്ട് പോലെ നമ്മൾ എടുക്കുകയാണെങ്കിൽ, ഒരു ഗ്രൗണ്ടില് നല്ല കളികളും ബാക്കി കായിക വിനോദങ്ങളും നല്ല കാര്യങ്ങളും ഒരു സ്ഥലത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ ഗ്രൗണ്ടിന്റെ ഓണർക്ക് സന്തോഷം, അല്ലെങ്കിൽ ആ ഗ്രൗണ്ടിന്റെ കാവൽക്കാരനായിട്ട് ഒരാൾ നിൽക്കണേ അവർക്ക് സന്തോഷമാണ്. അതേസമയം തൻ്റെ സ്ഥലത്ത് അല്ലെങ്കിൽ തൻ്റെ ഗ്രൗണ്ടിൽ ഒരു വെട്ടോ കുത്തോ കൊലപാതകമോ അടിയോ പിടിയോ വേണ്ടാത്ത കാര്യങ്ങൾ ആ സ്ഥലത്ത് നടക്കുകയാണെങ്കിൽ ആ സ്ഥലത്തിന്റെ ഓണർക്ക് വിഷമാണ്, അസ്വസ്ഥതയാണ്, സംഘർഷമാണ്. അതുപോലെ മനസ്സിന്റെ ഓണർ ആരാണ്? ആത്മാവാണ്. ആത്മാവിന്റെ വിചാരശക്തിയുടെ പേരാണ് മനസ്സ്. അപ്പൊ മനസ്സിന്റെ ഉള്ളില് സംഘർഷങ്ങൾ ഉണ്ടാകുമ്പോൾ ആര് അസ്വസ്ഥാകുകയാണ്? മനസ്സാക്ഷി അസ്വസ്ഥാകുകയാണ്. സാധാരണ രീതിയിൽ നമ്മൾ മനഃശാന്തി എന്നുള്ള വാക്കാണ് കേൾക്കാറുള്ളത്. മനസ്സിന് ശാന്തിയില്ല, മനസ്സിന് ശാന്തി വേണം. ആത്മശാന്തി എന്ന് കേൾക്കാറില്ല. ആരെങ്കിലും മരിച്ചാൽ മാത്രമേ ആത്മശാന്തി എന്ന് പറയുള്ളൂ, അല്ലേ? ഇപ്പൊ സാധാരണ ജീവിതത്തിൽ ഓടി നടക്കുമ്പോൾ മനഃശാന്തി എന്നാ പറയാം. അപ്പൊ ശരിക്കും ശാന്തി ആർക്കുള്ളതാണ്? ആരുടെ സ്വത്താണ്? മനസ്സിന്റെ ആണോ, അതോ അത് ആത്മാവിന്റെ ആണോ, അതോ ശരീരത്തിന്റെ ആണോ? ഈ ശാന്തി എന്ന് പറയുന്നത് ആരുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കാണ്? മനഃശാന്തി എന്നാ നമ്മൾ സാധാരണ പറയണേ, അല്ലെ? അപ്പൊ ശരിക്കും പറഞ്ഞ ശാന്തി ആത്മാവിലാണോ കിടക്കണേ, മനസ്സിന്റെ ഉള്ളിലാണോ കിടക്കണേ? ഇനി ശാന്തി എന്തുകൊണ്ട് നമുക്ക് നഷ്ടമാകുന്നത്? ഇത് രണ്ടും നമുക്ക് തിരിച്ചറിയണം. ശാന്തി കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട. പുറത്തുനിന്ന് എന്താ ചെയ്യണു? മനസ്സ് ഉണ്ടാക്കുന്ന സംഘർഷങ്ങള് ആത്മാവാകുന്ന ഈ ഓണർക്ക് സംഘർഷം കൊടുക്കുക, മനസ്സിന്റെ ചഞ്ചലതകൾ. അല്ലാതെ ശാന്തി നമ്മൾ ഇവിടുന്ന് പുറത്തുനിന്ന് കൊണ്ടുവരില്ല. അതുകൊണ്ട് പണ്ട് മുതലേ മഹാന്മാര് പറയില്ല, ശാന്തിക്ക് നിങ്ങൾ പുറത്തുനിന്ന് അല്ലേണ്ട, എവിടെയുണ്ട്? നിങ്ങളുടെ ഉള്ളിൽ. അതിന്റെ അർത്ഥം എന്താ? ആത്മാവിന്റെ സ്വധർമ്മമാണത്. ഇപ്പൊ പഞ്ചസാര എന്ന് പറഞ്ഞാൽ അതിന്റെ സ്വധർമ്മമാണ്, സ്വഭാവമാണ് മധുരം. മുളകെന്ന് പറഞ്ഞാൽ എരിവ് അതിന്റെ സ്വഭാവമാണ്. അപ്പൊ അതേപോലെ ആത്മാവിന്റെ സ്വധർമ്മമാണ് സുഖവും ശാന്തിയും സന്തോഷമെല്ലാം. പക്ഷെ ഇതിനെ കെടുത്തുന്ന ആളാരാണ്? മനസ്സിന്റെ ഇളക്കങ്ങളാണ്, ചഞ്ചലതകളാണ്. അപ്പൊ മനസ്സിന്റെ ഇളക്കം മാറ്റാൻ എന്ത് ചെയ്യണം? അതിനാണ് ഭഗവാൻ പറയുന്നത് മനസ്സിന് മന്മനാഭവ. മനസ്സിന് ധ്യാനം ആവശ്യമാണ്. മനസ്സ് മന്മനാഭവേ ആകണമെങ്കിൽ എന്ത് വേണം? അതിന് ജ്ഞാനം വേണം. ജ്ഞാനം മനനം ചെയ്താൽ മാത്രമേ മനസ്സിന് ധ്യാനത്തിലേക്ക് പോകാൻ പറ്റൂ. അപ്പൊ നമുക്ക് ഈ ശരീരത്തിന് നമ്മൾ ആഹാരമൊക്കെ കൊടുക്കും, ഇതിന് കഴിക്കാനും കുടിക്കാനും എല്ലാം കൊടുക്കും. പക്ഷെ മനസ്സിന് എന്താ കൊടുക്കണേ? മനസ്സിന് സുഖവും ശാന്തിയും സന്തോഷവും കിട്ടാൻ, മനസ്സിന്റെ ചഞ്ചലത ഇല്ലാണ്ടാകാൻ ഇന്നിപ്പോ എല്ലാവരും സുഖവും ശാന്തിയും സന്തോഷവും തേടുന്ന എവിടെയാണ്? പുറത്തു പോയിട്ടാണ്. അതിനുവേണ്ടി ഓടുക. അല്ലെങ്കിൽ എല്ലാവരും എവിടുന്നാ സുഖം കിട്ടണേ? പല വെറൈറ്റി ഭക്ഷണം കഴിച്ചു നോക്കും, പലതരത്തിലുള്ള ഡാൻസും പ്രോഗ്രാമും കളികളും അതും കായിക വിനോദങ്ങളും പിക്നിക് സ്പോട്ടുകൾ, എവിടേക്കൊക്കെ ഓടണേ? അല്ലെ? പലതരത്തിൽ വസ്ത്രധാരണം ചെയ്തു നോക്കും, പലതരത്തിലുള്ള ഭക്ഷണം മാറി മാറി കഴിച്ചു നോക്കും. എന്തിൻ്റെ എല്ലാം പിറകെ പോണേ? പ്രത്യേകിച്ച് ആഹാരപാനീയങ്ങളിൽ തന്നെ നോക്കൂ. മനുഷ്യൻ ഭക്ഷണത്തിന്റെ പിന്നാലെ പോയിട്ട് എന്തെല്ലാം തരത്തിലുള്ള അശുദ്ധ ഭക്ഷണം കഴിക്കും. എല്ലാം രസത്തിന്. ചെറുപ്പക്കാരാണെന്ന് പറയാൻ വേണ്ടല്ലോ, അവർക്ക് വണ്ടി ഓടിക്കുന്നത് ഒരു ക്രൈസ്, അതിന്ന് രസമാണ്. രസം അതിന്നാ കിട്ടണം. അതുകൊണ്ട് സ്പീഡ് കൂട്ടി ഓടിക്കുക. എഴുതി വെച്ചിട്ടുണ്ട്, സ്പീഡ് ത്രിൽസ് ബട്ട് കിൽസ് എന്നാ പറയാ. സ്പീഡ് രസം നൽകും കുറച്ച് സമയത്തേക്ക്, പക്ഷെ അത് തന്നെ ജീവിതത്തെ അപകടത്തിലേക്ക് കൊണ്ടുപോകും. എന്നിട്ടും നമുക്ക് എത്ര ചെറുപ്പക്കാർ ഡെയിലി എത്ര ആക്സിഡന്റ് നടന്നുകൊണ്ടിരിക്കണം. കാരണം എന്താ? ക്രൈസ്. വണ്ടി ഒരു ക്രൈസ്, സ്പീഡ് ഒരു ക്രൈസ്, ഫോണ്, ഇന്റർനെറ്റ്, കമ്പ്യൂട്ടർ. എന്തിനിപ്പോ കുട്ടികളെയൊക്കെ കണ്ടിട്ടില്ലേ? ആൺകുട്ടികളാകട്ടെ പെൺകുട്ടികളാകട്ടെ എന്തൊക്കെ വേഷവിധാനങ്ങളാ, എന്തൊക്കെയാ കാണിച്ചിട്ട് നടക്കണ. തലയൊക്കെ കണ്ടിട്ടില്ലേ? ആൺകുട്ടികളുടെ പോലും നോക്കൂ. എന്തിനാ? രസത്തിന്, സുഖത്തിന്. ഇതിൽ നിന്നൊക്കെയാണ് സുഖം കിട്ടണത്. കാരണം എന്താ? നമ്മൾ വിചാരിച്ചിരിക്കുന്ന സുഖവും ശാന്തിയും സന്തോഷവും ഒക്കെ ഇതൊക്കെ ചെയ്യുമ്പോൾ കിട്ടണതാ. പക്ഷെ ഇതിൽ നിന്നൊക്കെ സദാ സുഖമായിട്ടിരിക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല. ഇതൊക്കെ എവിടേക്കാ കൊണ്ടുപോണേ? അത് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, അല്ലേ? നമുക്ക് ആദ്യം റിയലൈസ് ചെയ്യേണ്ടത് എന്താണ്? നമുക്ക് പണ്ടുള്ളവര്, നമ്മുടെ പൂർവികര് പറയാറുണ്ട്, നിങ്ങൾ പുറത്ത് പോയി സുഖം തേടരുത്. എന്തുകൊണ്ടാണ് അവരങ്ങനെ പറഞ്ഞ? ആൾക്കാർക്ക് എപ്പോഴും അതുകൊണ്ട് ഇപ്പോഴും എല്ലാവരുടെയും ചിന്ത അതാ. എന്തിനാ ഈ പൂർവികരൊക്കെ ഇങ്ങനെ പറഞ്ഞ? ആധ്യാത്മിക ആചാര്യന്മാരൊക്കെ പുറത്തു പോയി സുഖം തേടാൻ പാടില്ല, ശാന്തി തേടാൻ പാടില്ല. അപ്പൊ നമ്മുടെ സുഖമൊക്കെ ഇവര് ബ്ലോക്ക് ചെയ്യല്ലേ, അതുകൊണ്ട് ആത്മീയതയൊന്നും നമുക്ക് വേണ്ട. എന്തുകൊണ്ടാണ് അവരെങ്ങനെ പറഞ്ഞേ? അവർക്കറിയാം പുറത്തു പോയി തേടുന്ന ഈ സുഖം അല്പകാല സുഖമാണ്, പക്ഷെ മനസ്സിന് വേണ്ടത്, വ്യക്തികൾക്ക് വേണ്ടത് സദാകാലത്തെ സുഖമാണ്. ഇനി ഇത് തേടി 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 പോകുന്നതൊക്കെ വേടന്റെ വലയിലേക്കാണ്. വേടന്റെ നെന്മണികളാണ്. നെന്മണി കിളിക്കുള്ളതാ, പക്ഷെ
വേടനും കൊണ്ടുവന്ന് എറിയണ വല വിരിക്കുന്നതിന് മുമ്പ് എന്താ ചെയ്യുക? നെന്മണി എറിഞ്ഞു കൊടുക്കും. പക്ഷെ അപ്പൊ പക്ഷികൾക്ക് അറിഞ്ഞില്ല ഇത് വേടൻ ഇട്ട് തന്നിരിക്കുന്ന നെന്മണിയാണ്. അതേപോലെ ഇപ്പോൾ ഇന്റർനെറ്റ് ലോകവും കമ്പ്യൂട്ടർ ലോകവും ഈ കാണുന്ന സാധനങ്ങളുടെ സാമഗ്രികളുടെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ തിരിച്ചറിയുന്നില്ല ഇത് അല്പകാല സുഖമാണ്, ഇത് വേടന്റെ നെന്മണികളാണ്. ഇത് നമ്മളെ വലയിലാക്കുക. ഇന്റർനെറ്റ് എന്നല്ലേ പറയണേ, നെറ്റ് അതൊരു വലയാ. അതിന് സദുപയോഗമുണ്ട്, ദുരുപയോഗമുണ്ട്. ദുരുപയോഗം എവിടേക്ക് കൊണ്ടുപോകും? നമ്മളെ വലയിലാക്കും. പിന്നെ ജീവിതം നശിച്ച് അശാന്തി, ടെൻഷൻ ഇതെല്ലാം ആയി കഴിഞ്ഞിട്ട് പിന്നെ അയ്യോ ഇനിയിപ്പോൾ ടെൻഷനൊക്കെ മാറണം, അപ്പോൾ ഒന്ന് മെഡിറ്റേഷൻ ചെയ്യാം. മനസ്സും ശരീരവും എല്ലാം കേടുവരുത്തി കഴിഞ്ഞിട്ട് പിന്നെ സത്സംഗം ചെയ്ത് പിന്നെ മെഡിറ്റേഷൻ ചെയ്ത് നന്നാവണമെന്ന് വിചാരിച്ചാൽ പോലും നമുക്ക് തിരിച്ചു കയറാൻ അല്ല, ഇത്രയും താഴെ ഇറങ്ങിക്കഴിഞ്ഞു പടി. പിന്നെ അതിൽ നിന്ന് നമ്മുടെ മനസ്സ് ജ്ഞാനം കേട്ടാൽ തന്നെ, സത്സംഗം കേട്ടാൽ, ആധ്യാത്മിക ജ്ഞാനം കേട്ടാൽ തന്നെ ഒന്ന് ഉൾക്കൊള്ളാൻ ആദ്യം ഒരു മനസ്സ് വേണ്ടേ? അതിൻ്റെയൊക്കെ ലെവലിൽ നിന്ന് എത്രയോ താഴേക്ക് ഇറങ്ങിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഈ സുഖം തേടുന്ന പുറത്ത് സാധനങ്ങളിൽ നിന്നും സാമഗ്രിയിൽ നിന്നും കള്ളു കുടിച്ച് ലഹരി വസ്തുക്കൾക്ക് അടിമയായി എത്ര പേരാ, ആൺകുട്ടികളും പെൺകുട്ടികളും എത്ര നശിച്ചുകൊണ്ടിരിക്കണേ, എത്ര കുടുംബങ്ങളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമൂഹത്തെ. കാരണം വിചാരം എന്താ? നായ്ക്ക് എല്ലും കഷ്ണം കിട്ടിയിട്ട് അതിട്ട് കടിച്ച് നോക്കുമ്പോൾ എന്ത് കിട്ടും? രക്തം കിട്ടും. എല്ലും കഷ്ണത്തിന് നല്ല രക്തം കിട്ടണം. പിന്നെയോ നായ എല്ല് കടിക്കുമ്പോൾ അതിൻ്റെ ഊലിന്നാണ് രക്തം കിട്ടണം. അപ്പൊ അതേപോലെയാണ് ഇന്ന് നമ്മൾ ഈ വസ്തുക്കളുടെയും വ്യക്തികളുടെയും സാധനങ്ങളുടെയും സാമഗ്രികളുടെയും ഈ കളികളുടെയും ബഹളങ്ങളുടെയും എല്ലാം പിന്നാലെ പോയി ഇതൊന്നും വേണ്ടെന്നല്ല, ജീവിക്കാൻ ഇതൊക്കെ വേണം. പക്ഷെ ഇത് ജീവിതം ഇതിനൊന്നും അല്ല. സുഖശാന്തി ഇതിൽ നിന്നും ഒന്നും അല്ല നമുക്ക് സദാകാലത്തേക്ക് കിട്ടണത്. അങ്ങനെയാണെങ്കിൽ ഒരേ ആഹാരം എല്ലാവർക്കും സുഖം കൊടുക്കണ്ടേ, ഒരേ കളിയിൽ നിന്ന് എല്ലാവർക്കും സുഖം കിട്ടണ്ടേ? അങ്ങനെയും കിട്ടണില്ലല്ലോ. ഓരോരുത്തർക്കും ഓരോന്നല്ല ഇഷ്ടം. ഒരാൾക്ക് ഫുട്ബോളാണ് ഇഷ്ടം, ഒരാൾക്ക് ക്രിക്കറ്റ് ആണ് ഇഷ്ടം, ഒരാൾക്ക് മല്ലയുദ്ധമാണ് ഇഷ്ടം, ഗുസ്തി കാണാനാണ് ഇഷ്ടം. അപ്പൊ അതിൽ നിന്ന് നമുക്കറിയാം സുഖം കിട്ടുകയാണെങ്കിൽ എല്ലാവർക്കും ഒരേ സാധനത്തിൽ നിന്ന് സുഖം കിട്ടണമായിരുന്നു. അപ്പൊ ഈ നായക്ക് എല്ലും കഷ്ണം കഴിക്കുമ്പോൾ അതിന്റെ ഊന്നുന്ന കിനിയാണ് ബ്ലഡ്, അതാ കുടിക്കണേ, അതാ കഴിക്കണേ. എന്നിട്ട് എന്താ തോന്നണേ? ഈ എല്ലും കഷ്ണത്തിൽ നിന്ന് കിട്ടുകയാണ്. ഇത് തന്നെയാണല്ലോ നമ്മളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ രാമായണ പാരായണ കാലം നമുക്ക് എന്താ ഓർമ്മിപ്പിച്ചു തരുന്നേ? വീട്ടില് വളർത്തുന്നായായിട്ട് വളരണം. അപ്പൊ വീട്ടിലെ ആഹാരത്തിന് ടേസ്റ്റ് വരും. വളർത്തുന്നായ ഒരിക്കലും എന്ത് ചെയ്യില്ല, അത് പുറത്ത് പോയിട്ട് കഴിക്കില്ല, ഇവിടുത്തെ ഭക്ഷണം കഴിക്കില്ല. അപ്പൊ അതേപോലെ നമ്മുടെ വീട് ഏതാ? ആത്മാവിനെ സംബന്ധിച്ചിടത്തോളം ഈ ശരീരമാകുന്ന രാജ്യം, ആത്മാവാകുന്ന രാജാവ്, ആത്മാവിന്റെ സ്വധർമ്മമാണ് സുഖം, ശാന്തി, സന്തോഷം. ഇന്ദ്രിയങ്ങൾക്കെല്ലാം അതീതമായ എല്ലാ സുഖങ്ങളുടെ ഉറവിടം ഞാൻ തന്നെയാണ്. അതാണ് രാമായണം. ഇരുട്ട് നീങ്ങിയിട്ട് അന്തരാത്മാവിലെ വെളിച്ചം കിടപ്പുണ്ട്. രാമ ഉള്ളിലെ വെളിച്ചത്തിലേക്ക് യാത്ര ചെയ്യൂ എന്ന് പറഞ്ഞതിന്റെ കാരണം അതാ. കാരണം ഈ വെളിച്ചത്തിലാണ്, ഈ വെളിച്ചം എങ്ങനെയുള്ള വെളിച്ചമാണ്? ശാന്തിയുടെ വെളിച്ചാണ്, സുഖത്തിന്റെ വെളിച്ചാണ്, സന്തോഷത്തിന്റെ വെളിച്ചാണ്. അപ്പൊ ആ വെളിച്ചം ഇവിടെ കിടക്കാണ്. ഈ വെളിച്ചം നമ്മൾ എടുത്ത് അനുഭവിക്കാൻ തുടങ്ങുമ്പോ എന്താവും? ആ വെളിച്ചം നമുക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങുമ്പോൾ പിന്നെ നമ്മൾ എല്ലും കഷ്ണം തേടിയിട്ട് നടക്കില്ല. ഇല്ലാത്തടത്തോളം അലച്ചില് നടത്തിക്കൊണ്ടേയിരിക്കും. പക്ഷെ ആധ്യാത്മിക മാർഗത്തിൽ സഞ്ചരിച്ച് നമുക്ക് ഈ സുഖവും ശാന്തിയും സന്തോഷവും ഒക്കെ അനുഭവിച്ച് നമ്മൾ ഈ എല്ലും കഷ്ണം ഉപേക്ഷിക്കുന്ന സമയത്ത് എല്ലാവരുടെയും പൊതുവെ ആൾക്കാരുടെ ഒരു വിചാരം എന്താ കണ്ടില്ലേ? ആധ്യാത്മിക മാർഗത്തിൽ പോയ ഇനിയിപ്പോ നമ്മൾ പുറത്തുപോയി ഇതൊന്നും ചെയ്യില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ നമ്മൾ സുഖമെല്ലാം വിട്ടോ? യഥാർത്ഥ സുഖം നമ്മൾ അനുഭവിക്കുകയാണ്. കാരണം നമുക്ക് വേണ്ടുന്നത് സ്ഥിരമായ സുഖമാണ്. ഈ പുറം ലോകം ചഞ്ചലമാണ്. വസ്തുവും വ്യക്തിയും സാധനവും സാമഗ്രിയും എല്ലാം ഇളകിക്കൊണ്ടിരിക്കുക, മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് സ്പീഡ് കൂട്ടുമ്പോ രസം, നാളെ ഇതേ സ്പീഡ് കൂട്ടിയ വണ്ടിയിൽ നിന്ന് ഒരു ആക്സിഡന്റ് ഉണ്ടായി കയ്യോ കാലോ ഒടിഞ്ഞ ജീവിതം തന്നെ പോയ പിന്നെന്താ സുഖം? അപ്പം ആക്സിഡന്റ് സംഭവിച്ചു, അതിനുശേഷം ആ സംഭവിച്ച ആള് മരിച്ചു എന്ന് തന്നെ ഇരുന്നോട്ടെ, പക്ഷെ പിന്നെ ആ കുടുംബം നോക്കൂ, ആ അച്ഛനമ്മമാർക്ക്, ആ ഫാമിലി കാലാകാലങ്ങളോളം, തലമുറകളോളം പിന്നെ ദുഃഖമാണ്. എൻ്റെ കുട്ടി ചെറിയ പ്രായത്തിൽ മരിച്ചു. എത്ര പേർക്ക് നമ്മൾ ദുഃഖം കൊടുക്കണേ അല്പസമയത്തെ രസത്തിന്റെ പേരിൽ. അതുകൊണ്ടാണ് നമ്മളോട് പൂർവികർ എന്ത് പറഞ്ഞിരുന്നേ? പുറം ലോകത്തുനിന്ന് സുഖം കിട്ടും, പക്ഷെ അത് അസ്ഥിരമാണ്, അല്പസമയത്തേക്കാണ്. നിങ്ങൾക്ക് വേണ്ടത് സദാകാലത്തെ സുഖമാണ്. അപ്പൊ സദാകാലത്തെ സുഖം എവിടെയാണോ കിട്ടണേ, എന്തിൽ നിന്നാണോ കിട്ടണേ, അതിലേക്ക് തിരി. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? നമ്മളിലേക്ക് ഒന്ന് തിരിഞ്ഞിട്ട് തരയണം. അപ്പൊ നമ്മൾ പുറത്തേക്ക് പോകുന്നതിന് പകരം ഉള്ളിലോട്ട് പോകും. അതാണ് അയനം, യാത്ര. എവിടേക്ക്?
ഉള്ളിലേക്ക്, അന്തരാത്മാവിലേക്ക്. ആത്മാവിലേക്ക് നമ്മൾ തിരിയുമ്പോൾ ജ്ഞാനം നമുക്ക് വെളിച്ചം തരും. ധ്യാനത്തിലൂടെ നമുക്ക് ആ സുഖ അനുഭവം, എന്ത് വെളിച്ചം കിട്ടിയോ, അറിവെന്ത് കേട്ടോണ്ടിരിക്കണോ, ധ്യാനം ചെയ്യുമ്പോഴാണ് നമുക്കിടെ അനുഭവമാകണം. അനുഭവം മനസ്സ് കിട്ടിക്കഴിഞ്ഞാൽ എന്താ, നമ്മൾ അറിഞ്ഞു ആത്മാവ് ശാന്തി നിറഞ്ഞ ഊർജമാണ്, ആത്മാവിലാണ് ശാന്തി, അത് അറിവാണ്. സത്സംഗത്തിലൂടെ ജ്ഞാനം കിട്ടി. ധ്യാനം ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ തന്നെ നമ്മൾ മനന ചിന്തനം ചെയ്തതിൻ്റെ അനുഭവം ചെയ്യുമ്പോൾ, ധ്യാനത്തിലൂടെ ആ അനുഭൂതി കിട്ടിക്കഴിഞ്ഞാൽ, അനുഭൂതി ഏറ്റവും വലിയ അതോറിറ്റിയാണ്. ആ അതോറിറ്റി വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എവിടെ പോവില്ല, സുഖത്തിന് ശാന്തിക്ക് വേണ്ടിയിട്ട് മറ്റേ അല്പസമയത്തെ തരുന്നതിന്റെ പിന്നാലെ പോയി സദാകാലത്തത് ഒരിക്കലും നമ്മൾ നഷ്ടപ്പെടുത്തില്ല. അതുകൊണ്ട് നമുക്ക് അല്പസമയം ധ്യാനം ചെയ്ത് ആ അനുഭൂതി നുകരാം. രാമായണ കഥ ആരംഭിക്കുന്നത് അയോധ്യയിലാണ്. യുദ്ധമില്ലാത്ത സ്ഥലം, യോദ്ധാക്കളില്ലാത്ത സ്ഥലം, പ്രശാന്ത സുന്ദരമായ മനസ്സാണ് അയോധ്യ. അവിടുത്തെ രാജാവ് ദശരഥനാണ്. ഇന്ദ്രിയങ്ങളുടെ മേൽ നിയന്ത്രണമാണ് ശരീരമാകുന്ന ഈ രാജ്യത്തിൽ സർവകർമ്മേന്ദ്രിയങ്ങളുടെ മേലെയും റൂളിംഗ് പവർ, കൺട്രോളിംഗ് പവർ ആത്മാവാകുന്ന രാജാവിൻ്റെ പക്കലേക്ക് തിരിച്ച് വരണം. അപ്പോഴേ ആ രാജകത്വം, മാനസിക സംഘർഷങ്ങളില്ലാതാകുള്ളൂ, യുദ്ധം നിലയ്ക്കുള്ളൂ. യുദ്ധം നിലച്ച മനസ്സ് യോഗിയുടെ മനസ്സാണ്. ശാന്തമായ മനസ്സിന് യോഗം കിട്ടും, പരമാത്മാവുമായി ബന്ധം വയ്ക്കാൻ കഴിയും. ഇന്ദ്രിയങ്ങൾക്കതീതമായ സുഖം, ആത്മസുഖം, മനോസുഖം പ്രാപ്തമാകും. അങ്ങനെ മനസ്സ് അയോധ്യയായി മാറണം, അയോധ്യയാക്കി മാറ്റണം. അസൂയയും വിദ്വേഷവും വെറുപ്പും വൈരാഗ്യവും ഈ നെഗറ്റീവ് ഫീലിങ്സാണ് സംഘർഷങ്ങൾ ഉണ്ടാക്കുന്നത്. മനസ്സാക്ഷിയുടെ കുത്താണ് സംഘർഷം. ഞാൻ എന്നെ തിരിച്ചറിയുകയാണ്. ശരീരമാകുന്ന ഈ രാജ്യത്തിലെ രാജാവായ ഞാൻ ആത്മസ്വരൂപമാണ്. ഇരുപുരികങ്ങളുടെ മധ്യത്തിലേക്ക് ശ്രദ്ധ കൊണ്ടുവരൂ. തിളങ്ങുന്ന നക്ഷത്രം പോലെ പ്രകാശിക്കുന്ന ആത്മചൈതന്യം ശാന്തി നിറഞ്ഞ പ്രകാശവലയമാണ്. ശാന്തി എൻ്റെ സ്വധർമ്മമാണ്. ശാന്തി നിറഞ്ഞ വെളിച്ചമാണ് ഞാൻ.
ശാന്തതയാണ് എൻ്റെ സ്വഭാവം. ശാന്തനാണ് ഞാൻ. നെറ്റിത്തടത്തിൽ നിന്നൊഴുകുന്ന ഊർജം, ആത്മീയ ഊർജം, ശാന്തിയുടെ പ്രകാശ കണികയാണ്. ബൾബിൽ നിന്ന് വെളിച്ചം പോലെ ആത്മാവിൽ നിന്നൊഴുകുന്ന ഈ ആത്മീയ ഊർജം, ശാന്തിയുടെ പ്രകാശം എൻ്റെ മനസ്സിനെയും ശരീരത്തെയും ശാന്തവും സ്വസ്ഥവുമായ അയോധ്യയാക്കി മാറ്റിയിരിക്കുന്നു. പ്രശാന്ത സുന്ദരമായ അയോധ്യയിലാണ് ഇപ്പോൾ ഞാൻ. ഓം ശാന്തി.